ഇന്നൊരു തമാശ പറയാം. കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ഖജനാവിന് നഷ്ടം വരുത്തി എന്നാണല്ലോ CAGയുടെ കണ്ടെത്തൽ. 10 കോടി 20 ലക്ഷത്തിന്റെ ആ നഷ്ടത്തിനു പകരം CAG ഉപയോഗിച്ച അതേ കണക്കുകൾ എടുക്കാം. അപ്പോൾ 34.5 കോടി രൂപ ലാഭമുണ്ടാക്കി എന്ന് കണ്ടെത്തിയാലോ? അത് മാത്രമല്ല, വേറൊരു ഡേറ്റ ഉപയോഗിച്ചാൽ 59.2 കോടി രൂപ ലാഭമുണ്ടാക്കി എന്നും കണ്ടെത്താം. തമാശ പറയാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും ഇതൊരു തമാശയല്ല. ഇനി ഇതൊന്നും വേണ്ട, അതേ ദിവസം കേന്ദ്ര സർക്കാർ വാങ്ങിയ PPE കിറ്റിന്റെ വില എടുത്താൽ സംസ്ഥാന ഖജനാവിന് ലാഭം 97 കോടി രൂപ വരും. എന്തുകൊണ്ടാണ് അവിടെയൊന്നും ഓഡിറ്റിങ്ങും റിപ്പോർട്ടിങ്ങും ഇല്ലാതെ പോയത്? രാഷ്ട്രീയം നോക്കിയാണോ CAG ഓരോ സംസ്ഥാനത്തും വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. CAG കൂട്ടിച്ചേർക്കുന്നത് രാഷ്ട്രീയ പൂജ്യങ്ങളോ? ഒരക്കം കഴിഞ്ഞ് പൂജ്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ടിരുന്നാൽ മതി സംഭവം മഹാമേരുവായി വളരാൻ എന്നതാണ് ഗണിതത്തിന്റെ പ്രാഥമിക പാഠം. CAG രാഷ്ട്രീയ ഓഡിറ്റിംഗ് ആണ് നടത്തുന്നത് എന്ന് പറഞ്ഞത് അക്കാലത്ത് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ്. കുറ്റം കണ്ടെത്തിയ CAGയോ ആ ഓഡിറ്റിങ്ങിനെ വിമർശിച്ച LDF നേതാക്കളോ പറയാത്ത വസ്തുതകളിലേക്കാണ് ഇനി സ്പോട്ട്ലൈറ്റ് പോകുന്നത്. 2020 മാർച്ച് മാസം 30-ന് സാൻ ഫാർമ എന്ന കമ്പനിക്ക് 15,000 PPE കിറ്റുകൾ വാങ്ങാൻ ഒരെണ്ണത്തിന് 1,550 രൂപയ്ക്ക് കരാർ നൽകിയതാണ് CAG കണ്ടെത്തിയ ആദ്യത്തെ ക്രമക്കേട്. 545 രൂപയ്ക്ക് PPE കിറ്റുകൾ വാങ്ങണമെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് ലംഘിച്ച് ഓരോ എണ്ണത്തിനും 1,050 രൂപ വീതം അധികം നൽകിയത് വഴി ഖജനാവിന് നഷ്ടമുണ്ടായി എന്നാണ് ആ വിവരം. അതേ ദിവസം തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക PPE കിറ്റുകൾ വാങ്ങി. അത് 10,000-ഉം 15,000-ഉമല്ല, 1,00,000 വീതം 3 ഓർഡറുകളാണ്. 2,117 രൂപ 53 പൈസയ്ക്ക് 1,00,000 PPE കിറ്റുകൾക്കുള്ള ഓർഡർ DHP ഗ്ലോബൽ എന്ന കമ്പനിക്ക്. അതേ ദിവസം ബിഗ് ഫാർമ എന്ന കമ്പനിക്ക് 2,049 രൂപ 84 പൈസയ്ക്ക് അടുത്ത കരാർ. പിറ്റേ ദിവസം വീണ്ടും DHP ഗ്ലോബലിന് 1,00,000 കിറ്റുകൾക്ക് കൂടി ഓർഡർ. അതിന് വില 2,104 രൂപ 53 പൈസ. കർണാടക 3,00,000 PPE കിറ്റുകൾ വാങ്ങിയ വില പരിഗണിച്ചാലോ? കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന സർക്കാർ 2,00,000 PPE കിറ്റുകൾ വാങ്ങിയപ്പോൾ ലാഭിച്ചത് 34.5 കോടി രൂപയാണ്. സർക്കാർ നിശ്ചയിച്ച 545 രൂപ കവിഞ്ഞതാണ് പ്രശ്നമെങ്കിൽ കർണാടകത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം CAG ഓഡിറ്റ് ചെയ്യാത്തത്? അവിടെ അപ്പോൾ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും ആരോഗ്യമന്ത്രി V ശ്രീരാമലുവുമായിരുന്നു. അവർ BJP-ക്കാർ ആയതുകൊണ്ടാണോ? കേരളം 15,000 കിറ്റ് 1,550 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ 2,100 രൂപയിൽ കൂടുതൽ നൽകി BJP സർക്കാർ വാങ്ങിയത് 3,00,000 കിറ്റാണ്. 545 രൂപ മാനദണ്ഡമായി എടുത്താൽ കർണാടകത്തിൽ ഉണ്ടാക്കിയ നഷ്ടം 10.2 കോടി രൂപയല്ല, 46.5 കോടി രൂപയാണ്. കഥ അവിടെ തീരുന്നില്ല. കേരളം വാങ്ങിയ അതേ ദിവസം കിറ്റ് വാങ്ങിയത് കർണാടകം മാത്രമല്ല, അസമുമുണ്ട്. കേരളം 15,000-ത്തിനാണ് ഓർഡർ നൽകിയതെങ്കിൽ അസം ഓർഡർ നൽകിയത് 10,000 എണ്ണത്തിനാണ്. വില ഒരെണ്ണത്തിന് 2,205 രൂപ. എഗേൽ അസോസിയേറ്റ്സ് എന്ന ആ കമ്പനിക്ക് ഓർഡർ നൽകുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ആരോഗ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് അസമിലെ PPE കിറ്റ് കരാർ CAG പരിശോധിക്കാത്തത്? 545 മാനദണ്ഡമായി എടുക്കുകയാണെങ്കിൽ ഓരോ കിറ്റിനും 1,660 രൂപയാണ് അവിടെ അധികം നൽകിയിരിക്കുന്നത്. കേരളം 2,00,000 കിറ്റ് വാങ്ങിയതിലാണ് 10.2 കോടി അധികമായി നൽകിയത് എങ്കിൽ അസം 10,000 കിറ്റിൽ തന്നെ 1.6 കോടി അധികം നൽകി എന്ന് പറയേണ്ടി വരും. കണക്കുകൾക്ക് ഇങ്ങനെയും സാധ്യതകളുണ്ട്. CAG ഒരു വശത്തു നിന്നും കണക്കെടുത്താൽ മറുവശത്തു നിന്ന് ആർക്കും വേറെയും കണക്കുകൾ എടുക്കാം. ഇനി നമുക്ക് വസ്തുതകളിലേക്ക് വരാം. എന്താണ് ഓർഡർ നൽകിയ മാർച്ച് 30-ന്റെ പ്രത്യേകത? മാർച്ച് 23-നാണ് ദേശവ്യാപക ലോക്ക്ഡൌൺ ആരംഭിച്ചത്. കോവിഡ് നിയന്ത്രണം വിടുന്നു എന്നും 5,00,000 PPE കിറ്റുകൾ 2 ദിവസത്തിനകം കിട്ടണമെന്നുമാണ് ആരോഗ്യവകുപ്പ് അന്നത്തെ അവലോകനത്തിൽ ആവശ്യപ്പെട്ടത്. ഓരോ സംസ്ഥാനത്തു നിന്നും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോ കേന്ദ്രം എന്ത് ചെയ്തു? ടെൻഡർ ഇല്ലാതെ സംസ്ഥാനങ്ങൾ ഏതു വിധേനയും PPE കിറ്റുകളും N95 മാസ്കുകളും ശേഖരിക്കണം എന്നായിരുന്നു അന്നത്തെ കേന്ദ്ര നിർദ്ദേശം.
കേന്ദ്രം 1,00,000 കിറ്റ് ചൈനയിൽ നിന്നും എണ്ണത്തിന് 2,345 രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഡൽഹിയിൽ വിതരണം ചെയ്തത്. കെട്ടിട നിർമ്മാണം, ബെഡ് വാങ്ങൽ, വെന്റിലേറ്റർ വാങ്ങൽ എന്നിവയൊക്കെ ഒഴികെ മറ്റെല്ലാം തന്നെ ടെൻഡർ ഇല്ലാതെ വാങ്ങണമെന്നായിരുന്നു അന്നത്തെ നിർദ്ദേശം. അങ്ങനെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ PP കിറ്റുകൾ വാങ്ങിയത്. കേരളത്തിന് ആ സമയത്ത് മറ്റൊരു വലിയ ദൗർബല്യം കൂടി ഉണ്ടായിരുന്നു. PP കിറ്റുകളുടെ നിർമ്മാണം നടക്കുന്നില്ലാത്ത സംസ്ഥാനമായിരുന്നു അന്ന് കേരളം. ഇതാ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ അന്നത്തെ മാപ്പ് കാണാം. ഗുജറാത്ത് മുതൽ അറബിക്കടലിന്റെ തീരം പങ്കിടുന്ന സംസ്ഥാനങ്ങളെടുത്താൽ PP കിറ്റ് നിർമ്മിക്കാൻ കമ്പനി ഇല്ലാതിരുന്നത് കേരളത്തിൽ മാത്രമായിരുന്നു. ഗുജറാത്തിൽ അരവിന്ദ് മിൽ, മുംബൈയിൽ വെൽസ്പെമ്മും ആദിത്യ ബിർള ഗ്രൂപ്പും, കർണാടകത്തിൽ ഷാഹി എക്സ്പോർട്സും അമരിലിസും. കേരളത്തിൽ മാത്രം ഒന്നുമില്ല. തമിഴ്നാട്ടിലാണെങ്കിൽ കോയമ്പത്തൂരെ ശിവ ചക്യാനും തിരുപ്പൂരിലെ അസംഖ്യം കമ്പനികളും, ചെന്നൈയിലെ ശ്രീ ഹെൽത്ത് കെയറുമുണ്ട്. പശ്ചിമ ബംഗാളിൽ ഫ്രണ്ടേഴ്സും ഉണ്ട്. കർണാടകത്തിൽ 2 കമ്പനികൾ ഉണ്ടാക്കുന്നത് തികയാത്തത് കൊണ്ടാണ് 3 ലക്ഷത്തിന് ഓർഡർ നൽകിയതെങ്കിൽ കേരളത്തിൽ 2 ലക്ഷത്തിനാണ് 15 ദിവസത്തെ ഇടവേളകളിൽ ഓർഡർ നൽകിയത്. അപ്പോ കേരളം നൽകിയ ഓർഡറിന്റെ നേട്ടം ആർക്കാണ്? അതിലാണ് ശരിക്കുള്ള തമാശ. CAG വഴിവിട്ട് നൽകി എന്ന് പറയപ്പെടുന്ന 2,56,000 PP കിറ്റ് ഓർഡറിൽ 2 ലക്ഷവും നൽകിയത് ഏത് കമ്പനിക്കാണെന്നറിയാമോ? അത് മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം കിറ്റെക്സിനാണ്. 2020 പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബ് മാനേജിംഗ് ഡയറക്ടറായ കിറ്റെക്സ് ഗ്രൂപ്പാണ് അപ്പോഴേക്കും സ്വന്തം തയ്യൽ സംവിധാനം PP കിറ്റ് നിർമ്മിക്കാനായി പരിവർത്തനം ചെയ്തത്. CAG അധികമായി നൽകി എന്ന് പറയുന്ന 10.2 കോടി രൂപയിൽ 5.2 കോടി രൂപയിൽ ലഭിച്ചിരിക്കുന്നത് കിറ്റെക്സ് ഗ്രൂപ്പിനാണ്. 1,40,000-നും 60,000-നും ഏപ്രിൽ 15-നാണ് 2 പർച്ചേസ് ഓർഡറുകൾ കിറ്റെക്സിന് നൽകിയത്. PP കിറ്റിലെ CAG റിപ്പോർട്ടിംഗ് വന്നതിനു ശേഷം ഇനി നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്ഥാപനവും കിറ്റെക്സ് ആണ്. സാൻ ഫാർമയിൽ നിന്ന് 1,550 രൂപയ്ക്ക് PP കിറ്റ് വാങ്ങിയ സർക്കാർ 15 ദിവസത്തിനു ശേഷം 800 രൂപയ്ക്കും 830 രൂപയ്ക്കുമുള്ള 2 ഓർഡറുകളാണ് കിറ്റെക്സിന് നൽകിയത്. സാൻ ഫാർമയുടെ കണക്ക് വെച്ചാണെങ്കിൽ 14,40,00,000 രൂപ കൂടി കിറ്റെക്സിന് അധികം ആവശ്യപ്പെടാം. ഇപ്പോ എത്ര പേർക്ക് ശരി വരുന്നുണ്ടാകും? അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി 550 രൂപയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടും സർക്കാർ കരാർ റദ്ദാക്കി എന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. അനിത ടെക്സ്കോട്ട് സമയത്ത് ഉൽപ്പന്നം എത്തിച്ചില്ല എന്ന സർക്കാർ മറുപടിയും CAG റിപ്പോർട്ടിലുണ്ട്. അനിത ടെക്സ്കോട്ട് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുള്ള ഒരു കമ്പനിയാണ്. കേരളത്തിൽ 550 രൂപയ്ക്ക് വാഗ്ദാനം നൽകിയ ഇതേ കമ്പനി തമിഴ്നാട്ടിൽ അതേ ആഴ്ച 345 രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത്. ഏറ്റവും കുറഞ്ഞ നിരക്കിന്റെ ആ കൊട്ടേഷൻ ഉള്ളപ്പോൾ തന്നെ മറ്റു കമ്പനികളിൽ നിന്നും അവിടെ സർക്കാർ PP കിറ്റ് വാങ്ങി. അതിന് കാരണമായി പറഞ്ഞത് അനിത ടെക്സ്കോട്ട് സമയത്ത് പ്രവർത്തിച്ചില്ല എന്നു തന്നെ. 4 വർഷത്തിനു ശേഷം കണക്കുകൾ മാത്രമായി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. ഇവിടെ കോവിഡ് പോലെയോ അതിലും മാരകമായതോ ആയ മഹാവ്യാധി ഇനിയും വന്നാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ ഏത് ഉദ്യോഗസ്ഥനാണ് ഉൽപ്പന്നം വാങ്ങാൻ ധൈര്യമുണ്ടാവുക? ആജീവനാന്തം കള്ളൻ എന്ന പേര് കേൾക്കേണ്ടി വരും എന്നതിനാൽ ഏത് മന്ത്രിയാണ് അതിന് അനുമതി നൽകാൻ പോകുന്നത്? കള്ളത്തരമാണെങ്കിൽ അതിലും വലിയ കള്ളത്തരം ചെയ്തിട്ടുണ്ട് അതേ ദിവസം കർണാടകത്തിലും അസമിലുമൊക്കെ. അവിടെ കൂടെ ഓഡിറ്റ് നടത്തി എല്ലാവരെയും ഒന്നിച്ച് കുരിശിലേറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.